Hello students, in this video we'll be talking about phylum Chordata. So what is phylum Chordata? എന്താണ് നമ്മൾ phylum Chordata കൊണ്ട് ഉദ്ദേശിക്കുന്നത്? Phylum Chordatയിൽ വരുന്ന organismsനെ നമ്മൾ എന്താണ് വിളിക്കുക? We call them as chordates. So for an organism to be called chordate, ഇനി കോഡേറ്റ എന്താണെന്ന് പറഞ്ഞു, കോഡേറ്റ് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഫൈലം കോഡേറ്റയിൽ വരുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിക്കുക. ഇനി എന്താണ് ഒരു കോഡേറ്റ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ, ഓർ വിച്ച് ആനിമൽ ഡു വി കോൾ എ കോഡേറ്റ്? അപ്പോൾ ഒരു ഓർഗാനിസമിനെ കോഡേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ കോമ്പിനേഷൻ ഓഫ് 3 ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ്. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കോഡേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഓർഗാനിസത്തിന് 3 ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഓർഗാനിസം കോഡേറ്റ് എന്ന് വിളിക്കാനായിട്ട് ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സോ ദ ഫസ്റ്റ് ഫീച്ചർ ഇസ് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അപ്പം നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കോഡേറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. സോ പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ഇസ് എ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഫോർ an organism to be called as a chordate. Now we'll move into the second feature, that is dorsal tubular nerve cord. So an organism should possess notochord, dorsal tubular nerve cord, and the third feature, that is pharyngeal gill slit. ഈ 3 ഫീച്ചേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? വി ക്യാൻ കോൾ ഇറ്റ് ആസ് കോഡേറ്റ് ഓൺലി ഇഫ് ദാറ്റ് ഓർഗാനിസം പൊസസ് ദീസ് 3 ഫീച്ചേഴ്സ്. ഓക്കെ, സോ ഇത് എപ്പോഴും ഓർത്തിരിക്കുക. ഈ 3 ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഓർഗാനിസത്തിനെ കോഡേറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ഓൾ ദോസ് ഓർഗാനിസംസ് വിൽ ഫോൾ അണ്ടർ ഫൈലം കോഡേറ്റ. ഇനി നമുക്ക് ഒരു കോഡേറ്റിന്റെ ബേസിക് ബോഡി പ്ലാൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു കോഡേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ബോഡി പ്ലാൻ. സോ ഹിയർ യു വിൽ ഹാവ് ദ ഹെഡ് റീജിയൻ ഓഫ് ദ കോഡേറ്റ് ആൻഡ് ഹിയർ യു വിൽ ഹാവ് ദ ടെയിൽ റീജിയൻ ഓർ ലെഗ് റീജിയൻ ഓഫ് ദ കോഡേറ്റ്. അപ്പോൾ ഇവിടെ ഹെഡ് ആണെന്ന് ഓർക്കുക, ഇവിടെ ടെയിൽ റീജിയൻ ആണെന്ന് ഓർക്കുക. ഇനി നമുക്ക് ബോഡിയിലേക്ക് വരികയാണെങ്കിൽ ഹിയർ യു വിൽ ഹാവ് ദ മൗത്ത് റീജിയൻ ഓഫ് ദ കോഡേറ്റ്. ഇവിടെ ഈ പറയുന്ന റീജിയൻ ഞാൻ പറഞ്ഞു ഹെഡ് റീജിയൻ ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞു. ഹിയർ യു വിൽ ബി ഹാവിങ് ദ മൗത്ത് ഓഫ് ദ കോഡേറ്റ്. ഈ ഒരു ഓപ്പണിംഗ് ആണ് മൗത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ യു വിൽ ഹാവ് ദ ഏനസ് ഓഫ് ദ കോഡേറ്റ്. സോ ഹിയർ ഇസ് ദി ഏനസ് ആൻഡ് ഹിയർ ഇസ് ദ മൗത്ത്. ഇനി നമുക്കറിയാം മൗത്ത് എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. മൗത്തിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എങ്ങോട്ടേക്കാണ്? ഫാരിങ്സിലോട്ടാണ് അല്ലേ? നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. സോ ആഫ്റ്റർ ദ മൗത്ത് യു വിൽ ഹാവ് എ ലോങ് പാസേജ് നോൺ ആസ് ഫാരിങ്സ്. അപ്പോൾ ഇതാണ് ഒരു കോഡേറ്റിന്റെ ഫാരിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫാരിങ്സിന്റെ വോളിൽ കുറച്ച് സ്ലിറ്റ്സ് കാണാനായിട്ട് പറ്റും. എന്താണ് സ്ലിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സം ഓപ്പണിങ്സ്. സോ the walls of the pharynx of a chordate will have some slits, and that slit is known as pharyngeal gill slit. Okay, so ഇതിനെയാണ് gill slit എന്ന് വിളിക്കുന്നത്. ആൻഡ് അത് ഫാരിങ്സിന്റെ വോളിലായതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ് എന്ന് വിളിക്കും. ആൻഡ് ഫാരിങ്സ് പോയിട്ട് എന്തായിട്ട് മാറും? ഗട്ടായിട്ട് മാറും. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ അതുപോലത്തെ എല്ലാ പാസേജും കഴിഞ്ഞ് എൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഏനസിലാണ്. സോ ഹിയർ യു വിൽ ഹാവ് ദ ഏനസ്. ദിസ് ഓപ്പണിംഗ് ഈസ് ദ ഏനൽ ഓപ്പണിംഗ്. അതിൻ്റെ ഓപ്പോസിറ്റ് മൗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി എലിമെന്ററി കനാലിന്റെ മുകളിലായിട്ട് ഇവിടെ ഒരു റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ ഹോളോ സ്ട്രക്ചർ കാണാനായിട്ട് പറ്റും. ഇത് ഹോളോ ആണ്, ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, എംപ്റ്റി ആണ്. ഒരു ട്യൂബുലർ ആയിട്ടുള്ള സിലിണ്ടറിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അത് ഹെഡിൽ നിന്ന് തുടങ്ങി എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യും? നമ്മുടെ വെർട്ടിബ്രേറ്റ് അല്ലെങ്കിൽ കോഡേറ്റിന്റെ ബോഡിയുടെ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. സോ ദിസ് പെർട്ടിക്കുലർ റോഡ് ലൈക്ക് സ്ട്രക്ചർ എക്സ്റ്റെൻഡ്സ് ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുക? ഫ്രം ഹെഡ് ടു ടെയിൽ. ഹെഡ് ടു ടെയിൽ വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രക്ചർ ആണ് എന്ത്? നോട്ടോകോഡ്. അപ്പം നോട്ടോകോഡ് എലിമെന്ററി കനാലിന്റെ തൊട്ട് മുകളിലാണുള്ളത്. ഇനി നോട്ടോകോഡിന്റെ മുകളിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? നോട്ടോകോഡിന്റെ മുകളിൽ നമുക്ക് നെർവ് കോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പം നമുക്ക് വേറൊരു രീതി പറയുകയാണെങ്കിൽ നോട്ടോകോഡ് നമുക്ക് എവിടെ കാണാൻ പറ്റും? നെർവ് കോഡിന്റെയും എലിമെന്ററി കനാലിന്റെയും ഇടയിലായിട്ടാണ് നോട്ടോകോഡ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇൻ എ കോഡേറ്റ്സ് ബോഡി.
ഓക്കെ. സോ ഇതാണ് അപ്പോൾ ഒരു കോർഡേറ്റിന്റെ ബേസിക് ബോഡി പ്ലാൻ എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു നോട്ടോകോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓർഗാനിസത്തിനെ എന്ത് വിളിക്കാൻ പറ്റുള്ളൂ, കോർഡേറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ടുഗദർ വിത്ത് ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ് വേറെ രണ്ട് ഫീച്ചേഴ്സും കൂടി മസ്റ്റ് ആയിട്ട് വേണം. എന്തൊക്കെയാണ്? ഡോർസൽ നെർവ് കോഡ്. എന്തുകൊണ്ടാണ് ഡോർസൽ നെർവ് കോഡ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദ നെർവ് കോഡ് ഇസ് ഫൗണ്ട് ഡോർസൽ ടു ദ നോട്ടോകോഡ്. നോട്ടോകോഡിന്റെ ഡോർസൽ സർഫസിലാണ് എന്ത് കാണാൻ പറ്റുക, നമുക്ക് നെർവ് കോഡ് കാണാൻ പറ്റുക. ഓക്കെ. So these three are the basic or the fundamental qualities or features to be possessed by a chordate organism. First is notochord, very important feature. Then it should have a dorsal nerve cord, dorsal to the notochord. And what else? The third feature is presence of pharyngeal gill slit. So this is all about the body plan of a chordate. ഇനി നമുക്ക് ഈ പറഞ്ഞ ഓരോ ഫീച്ചേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ദ പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. അപ്പോൾ നോട്ടോകോഡിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നോട്ടോകോഡ് ഒരു ആക്സിയൽ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ആക്സിയൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുക? ആക്സിയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് ഹെഡ് മുതൽ ടെയിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ലോങ്കിറ്റ്യൂഡിനൽ ആക്സിസിൽ കാണപ്പെടുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് നോട്ടോകോഡ് ഈസ് എൻ ആക്സിയൽ സ്ട്രക്ചർ. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് നോട്ടോകോഡ്? നോട്ടോകോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. നമ്മുടെ ബോഡീനെ, നമ്മുടെ എല്ലാ കോഡേറ്റിൻ്റെ, നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ കോഡേറ്റ്സിൻ്റെയും ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? നോട്ടോകോഡിനുള്ളത്. സോ ഇറ്റ് performs a supporting function. Ini, it also can be considered as an endoskeleton. So what is an endoskeleton? എന്താണ് endoskeleton കൊണ്ട് ഉദ്ദേശിക്കുന്നത്? You have studied about arthropod, mollusk, etc. അല്ലേ? അപ്പോൾ ആ ഓർഗാനിസം, ദോസ് ആർ നോൺ എസ് ഇൻവെർട്ടിബ്രേറ്റ്സ്, റൈറ്റ്? അവർക്ക് നോട്ടോകോഡൊന്നും ഇല്ല, അതുകൊണ്ട് അവരെന്താണ്? നോൺ കോഡേറ്റ്സ് ആണ്. സോ അവരുടെ ബോഡിക്ക് സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ട് അല്ലേ? പക്ഷെ എന്താണ് വ്യത്യാസം? ദ സ്കെലിറ്റൻ ഇസ് ഫൗണ്ട് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. മൊളസ്കിനാണെങ്കിൽ ഷെല്ലുണ്ട്, ആർത്രോപോഡയ്ക്ക് ആണെങ്കിൽ എന്താ ഉള്ളത്? കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ആണ് ഉള്ളത്. അപ്പം വി കോൾ ഇറ്റ് എസ് എക്സോസ്കെൽറ്റൻ. വൈ? എന്തുകൊണ്ടാണ് എക്സോസ്കെൽറ്റൻ എന്ന് വിളിക്കുക? ബിക്കോസ് ഇറ്റ് ഇസ് ഫൗണ്ട് ഓൺ ദ ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. ബോഡിയുടെ പുറത്ത് കാണപ്പെടുന്ന സ്കെൽറ്റൻ ആയതുകൊണ്ട് അത് എക്സോസ്കെൽറ്റൻ ആണ്. ബട്ട് ഹിയർ ദ നോട്ടോകോഡ് ഇസ് ഫൗണ്ട് ഇൻസൈഡ് ദ ബോഡി. ഹെൻസ് നോട്ടോകോഡ് ഇസ് നോൺ ആസ് എൻ എൻഡോസ്കെൽറ്റൻ. ആൻഡ് വാട്ട് ഇസ് ദിസ് ഫംഗ്ഷൻ ഓഫ് ദ എൻഡോസ്കെൽറ്റൻ? സപ്പോർട്ടിംഗ് നേച്ചർ, സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ ആണ് നോട്ടോകോഡ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ. സോ അപ്പോൾ നോട്ടോകോഡ് ഒരു ആക്സിയൽ സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ സപ്പോർട്ടിംഗ് എൻഡോസ്കെൽറ്റൻ. ഇനി നോട്ടോകോഡിന്റെ മറ്റൊരു പേരാണ് കോഡ ഡോർസാലിസ്. നോട്ടോകോഡ് ഇസ് ഓൾസോ നോൺ ആസ് കോഡ ഡോർസാലിസ്. ഓക്കെ. നൗ ഇനി നോട്ടോകോഡ് ഉണ്ടെന്ന് പറഞ്ഞു എല്ലാ കോഡേറ്റ്സിനും. നമുക്ക് നോട്ടോകോഡിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നോട്ടോകോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ കൊണ്ടാണ്. എന്താണ് ടിഷ്യൂവിന്റെ പ്രത്യേകത? ദാറ്റ് ടിഷ്യൂ ഇസ് എൻ ഇലാസ്റ്റിക് ടിഷ്യൂ. ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് ഈ പറയുന്ന നോട്ടോകോഡ് ഉണ്ടാക്കിയിരിക്കുന്ന ടിഷ്യൂ. ആൻഡ് ദ ടിഷ്യൂ ദാറ്റ് മേക്സ് അപ്പ് നോട്ടോകോഡ് ഇസ് നോൺ ആസ് നോട്ടോകോഡൽ ടിഷ്യൂ. നോട്ടോകോഡൽ ടിഷ്യൂ കൊണ്ടാണ് നോട്ടോകോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇലാസ്റ്റിക്. ഇനി നമുക്ക് നോക്കാം, ഇതിന്റെ കോർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ യു ക്യാൻ സീ ഡെൻസ്ലി പാക്ഡ് സെൽസ്. ഇവിടെ സെൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോന്നും സെൽസ് ആണ്. ആൻഡ് വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി? ദേ ആർ ഡെൻസ്ലി പാക്ഡ്. അവർ തമ്മിൽ സ്പേസ് ഒന്നുമില്ല, അത്ര തിക്കായിട്ടാണ് സെൽസിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ദീസ് സെൽസ് are known as notochordal cells, and these notochordal cells, they together make up the tissue known as notochordal ടിഷ്യൂ. ഇനി എന്താണ് ഈ സെല്ലിന്റെ പ്രത്യേകത? ഈ സെല്ല് ഡെൻസ്ലി പാക്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഓൾസോ ദീസ് സെൽസ് ഹാവ് എ സെൻട്രൽ വാക്യൂൾ. ദീസ് ആർ വാക്യൂലേറ്റഡ് സെൽ. അപ്പൊ എന്താണ് ഈ വാക്യൂൾ എന്ന് പറഞ്ഞാൽ? വാക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ്, ക്യാവിറ്റി ആണ് സെല്ലിന്റെ ഉള്ളിൽ കാണുന്നത്. വാക്യൂൾ ഇസ് ഓൾസോ സെൽ ഓർഗനൽ. അപ്പോൾ ഈ സെൽസിൻ്റെ ഉള്ളിൽ വാക്യൂളുണ്ട്. വാക്യൂളിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഒരു പെർട്ടിക്കുലർ ഫ്ലൂയിഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് ആ വാക്യൂളെല്ലാം. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു എംറ്റി കവറോ ഒരു ബലൂണോ ഒക്കെ എടുത്ത് നമ്മളൊരു ഫ്ലൂയിഡ്, വെള്ളമോ അല്ലെങ്കിൽ എയറോ എന്തെങ്കിലും നിറച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക? ആ ബലൂണോ അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് റിജിഡായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും അല്ലേ? സോ വെനെവർ യു ഫിൽ സംതിങ് ഓർ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ വിത്ത് വാട്ടർ ഓർ എയർ, ആ ഫില്ല് ചെയ്തിരിക്കുന്ന വാട്ടറോ അല്ലെങ്കിൽ എയറോ ഒരു പ്രഷർ ഈ പറയുന്ന സാക്കിനകത്തോട്ട്
സാക്കിന്റെ വാൾസിലേക്ക് എക്സേർട്ട് ചെയ്യും. ആ പ്രഷറിന്റെ പേരാണ് ടർഗർ പ്രഷർ. ഓക്കെ, ടർഗർ പ്രഷർ. സോ ഈ ടർഗർ പ്രഷർ ഉള്ളത് കൊണ്ട് നമുക്കറിയാം എയറോ അല്ലെങ്കിൽ വാട്ടറോ ഫില്ല് ചെയ്ത ബലൂൺ എല്ലാം വളരെ സ്ട്രോങ്ങും സ്റ്റിഫും ആയിട്ട് മാറും. ഓക്കെ, സോ അതെന്തുകൊണ്ടാണ്? ദ ടർഗർ പ്രഷർ ഇസ് പ്രൊവൈഡിങ് ദ സ്റ്റിഫ്നെസ് ഓർ സ്ട്രെങ്ത് ടു ദാറ്റ് ബലൂൺ ഓർ സാക്ക്. അപ്പൊ ഈ കേസിൽ ഈ സെല്ലിന്റെ ഉള്ളിലെ വാക്യൂൾസിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ടർഗർ പ്രഷർ കാരണം ഈ വാക്യൂൾസിൽ എന്ത് ഫോം ചെയ്യും? വാക്യൂൾസ് സ്റ്റിഫും അല്ലെങ്കിൽ അതിനൊരു സ്ട്രെങ്ത്തും വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ സെൽസിനും എന്ത് തന്നെ വരും? ആ ഒരു സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന കാരണം, അല്ലെ ആ ടർഗർ പ്രഷർ ഇസ് പ്രൊവൈഡിങ് സ്ട്രെങ്ത് ടു ദ നോട്ടോകോഡൽ സെൽ. ഈ നോട്ടോകോഡൽ സെൽസ് സ്ട്രോങ് ആയതുകൊണ്ട് നോട്ടോകോഡിനും ആ ഒരു സ്ട്രെങ്ത് കിട്ടും. ഓക്കെ, സോ ഈ കോറിൽ നിങ്ങൾക്ക് കാണാം നോട്ടോകോഡൽ സെൽസ് ആണുള്ളത്. ഈ സെൽസ് വളരെ ഡെൻസ്ലി പാക്ഡ് ആണ്. ഇനി അതിന് ചുറ്റും ഒരു ലെയർ ഉണ്ട്. ആ ദാറ്റ് ലെയർ ഇസ് ഫോംഡ് ഓഫ് നോൺ വാക്യുലേറ്റഡ് പെരിഫറൽ സെൽസ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് സെൽസ്? ഈ സെൽസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിയർ ദ നോട്ടോകോഡൽ സെൽ ദാറ്റ് മേക്സ് എ കോർ ഓഫ് ദ നോട്ടോകോഡ് ഇസ് വെരി ഡെൻസ്ലി പാക്ഡ് ആൻഡ് വാക്യുലേറ്റഡ്. ഇവിടെ വരുമ്പോഴത്തേനും ഡെൻസ്ലി പാക്ഡ് ഒക്കെ തന്നെയാണ്, പക്ഷെ എന്താണ് വ്യത്യാസം? ഇതിൽ വാക്യൂൾസ് ഇല്ല. അപ്പോൾ ഇതുപോലെ ഒരുപാട് വാക്യൂൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള വാക്യൂൾസ് ഒന്നും ഈ ലെയർ ഫോം ചെയ്തിരിക്കുന്ന സെൽസിന് ഇല്ല. സോ ദിസ് ഈസ് എ നോൺ വാക്യുലേറ്റഡ് പെരിഫറൽ ലെയർ ഓഫ് സെൽ. ഇനി അതിന് പുറമെ, ഇനി ഏറ്റവും പുറത്ത് നോട്ടോകോഡിന്റെ ഏറ്റവും പുറമെ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എ ഇലാസ്റ്റിക് ഷീത്ത്. ഒരു കവറിങ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ നോട്ടോകോഡിനെ. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഇലാസ്റ്റിക് ഇൻ നേച്ചർ. അപ്പൊ നേരത്തെ പറഞ്ഞു നോട്ടോകോഡ് ഇസ് ഓൾസോ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ഇലാസ്റ്റിക് ആണ്, സിലിണ്ടറിക്കൽ ആണ്, ഹോളോ ആണ്, ട്യൂബുലാർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇലാസ്റ്റിസിറ്റി ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലാസ്റ്റിസിറ്റി ഇസ് പ്രൊവൈഡഡ് ബൈ ദ പ്രൈമറി ഇലാസ്റ്റിക് ഷീത്ത് ഫൗണ്ട് ഓൺ ദ ഔട്ടർ മോസ്റ്റ് സർഫസ് ഓഫ് ദ നോട്ടോകോഡ്. ഇനി ആ പ്രൈമറി ഇലാസ്റ്റിക് ഷീത്തിന് തൊട്ട് താഴെ കുറച്ച് ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെയാണ് സെക്കൻഡറി ഫൈബ്രസ് ഷീത്ത്. ഈ ഒരു ഏരിയനെയാണ് സെക്കൻഡറി ഫൈബ്രസ് ഷീത്ത് എന്ന് വിളിക്കുക. ബിക്കോസ് ദിസ് ഇസ് ഫൈബ്രസ് ഇൻ നേച്ചർ. ഇനി അതിൻ്റെ താഴെയുമായിട്ടാണ് ആര് വരിക? നോൺ വാക്യുലേറ്റഡ് പെരിഫറൽ സെൽസ് വരിക. ആൻഡ് അറ്റ് ദ കോർ യു ക്യാൻ സീ വാക്യുലേറ്റഡ് നോട്ടോകോഡൽ സെൽസ് വിച്ച് ആർ ഡെൻസ്ലി പാക്ഡ്. അപ്പോൾ ഇതാണ് നോട്ടോകോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു നോട്ടോകോഡ് ഒരു കോഡേറ്റിന്റെ ലൈഫ് സ്റ്റേജസിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഓൾ ത്രൂ ഔട്ട് ദ ലൈഫിൽ ചിലപ്പോൾ കാണണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ മാത്രമേ ഈ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ഈ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കുന്ന, അല്ലെ പേഴ്സിസ്റ്റ് ചെയ്യാന്ന് പറയും. പേഴ്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിലനിൽക്കുന്ന. അപ്പം പേഴ്സിസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്തിനെ അനുസരിച്ച് കോഡേറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെഫലോകോഡേറ്റ്, then second is urochordate, and the third is a most advanced chordate. They are known as vertebrates. നമ്മൾ എവിടെയാണ് വരുന്നത്? നമ്മൾ vertebrate എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് വരുന്നത്. അപ്പോൾ according to the or based on the persistence of notochord, the whole group, that is chordata എന്ന് പറയുന്ന ആ വലിയ ഗ്രൂപ്പിനെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് is cephalochordata, second is urochordata, തേർഡ് ഇസ് വേർട്ടിബ്രേറ്റ. അപ്പം ഈ 3 ഗ്രൂപ്പിലും നോട്ടോകോഡ് കാണപ്പെടുന്ന കാലാവധി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ അബൌട്ട് സെഫലോകോഡേറ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിവിഷൻ പിന്നെ പഠിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് സെഫലോകോഡേറ്റ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ ഈ പറയുന്ന നോട്ടോകോഡ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ചെറിയ സമയത്ത് മാത്രമല്ല കാണുന്നത്. ഇറ്റ് പേഴ്സിസ്റ്റ് ത്രൂ ഔട്ട് ലൈഫ് ഇൻ ആൻ അപ്പാരൻ്റ്ലി അൺസ്പെഷ്യലൈസ്ഡ് കണ്ടീഷൻ. സെഫലോകോഡേറ്റിൽ ഇതിൻ്റെ ലൈഫ് സ്റ്റേജിൽ ഫുൾ ലൈഫ് സ്റ്റേജിലും കാണാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന നോട്ടോകോഡ് അത്ര ഡെവലപ്ഡ് ആയിരിക്കില്ല ഇൻ കേസ് ഓഫ് സെഫലോകോഡേറ്റ. ഓക്കെ, അപ്പം ഓൾ ത്രൂ ഔട്ട് ദ ലൈഫിൽ
നോട്ടോകോഡ് പെർസിസ്റ്റ് ചെയ്യും. പക്ഷേ നോട്ടോകോഡിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അത്ര ഡെവലപ്ഡ് അല്ലാത്ത നോട്ടോകോഡ് ആയിരിക്കും സെഫലോകോഡേറ്റ്സിന് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ, രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂറോകോഡേറ്റ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണപ്പെടുന്നത് മെറ്റമോർഫോസിസിന് തൊട്ട് മുന്നേ വരെ. അപ്പോൾ എന്താണ് മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്? വാട്ട് ഡു യു മീൻ ബൈ മെറ്റമോർഫോസിസ്? Metamorphosis is the process by which a larva develop into an adult. ഒരു ലാർവ അഡൽട്ടായി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റമോർഫോസിസ്. അപ്പോൾ യൂറോകോഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ദേ ഹാവ് ലാർവൽ സ്റ്റേജ്. അപ്പോൾ ഈ ലാർവൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ മാത്രമേ അവരുടെ ബോഡിയിൽ നോട്ടോകോഡ് ഉണ്ടാവുള്ളൂ. മെറ്റമോർഫോസിസ് കഴിഞ്ഞ് ലാർവ അഡൽട്ടായി മാറുമ്പോഴത്തേനും എന്ത് കാണില്ല? നോട്ടോകോഡ് ഉണ്ടാവില്ല. That is the case in Eurocordate. ഇനി coming to the third group ഏതാണ്? ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരാണ് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയുടെ കേസിൽ നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. Okay, in adult stage what happens? The notochord is going to change or convert into vertebral column. Vertebral column ആയിട്ടാണ് നോട്ടോകോഡ് മാറുന്നത്. In which group? In vertebrata, which is the highly advanced കോഡേറ്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഗ്രൂപ്പിലും നോട്ടോകോഡ് കാണുന്ന ആ ഒരു കാലാവധി വ്യത്യസ്തമായിരിക്കും. സെഫലോകോഡേറ്റിൽ ഹോൾ ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടായിരിക്കും. പക്ഷെ നോട്ടോകോഡിന്റെ അവസ്ഥ എന്താണ്? അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോട്ടോകോഡാണ്. Then coming to Eurocordata, the notochord will be found only in the larval stage and it will be absent in the adult stage. Then coming to the highly advanced, the most advanced chordate group, that is vertebrata. In the case of vertebrata, notochord will be present only in the embryonic stage and not present in the adult stage. Okay, embryo ആയിരിക്കുമ്പോൾ മാത്രമേ നോട്ടോകോഡിനെ കാണാനായിട്ട് പറ്റുള്ളൂ. So that's all about the structure of notochord and the persistence of notochord in different chordate groups. നോട്ടോകോഡിന്റെ ഒറിജിനെ കുറിച്ചും ചില തിയറീസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡേറ്റ്സ് ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു പ്രിമിറ്റീവ് കോഡേറ്റ്സ്, അത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സിന്റെ കാര്യത്തിൽ ഈ നോട്ടോകോഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചില തിയറീസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് ദി നോട്ടോകോഡ് ഒറിജിനേറ്റ്സ് ഫ്രം എംബ്രിയോണിക് എൻഡോഡേം ഇൻ കേസ് ഓഫ് പ്രിമിറ്റീവ് കോഡേറ്റ്സ്. പ്രിമിറ്റീവ് കോഡേറ്റ്സിൽ നോട്ടോകോഡ് ഉണ്ടല്ലോ, ആ നോട്ടോകോഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? എംബ്രിയോയുടെ എൻഡോഡെമിൽ നിന്നാണ് ഈ പറയുന്ന നോട്ടോകോഡ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് പ്രിമിറ്റീവ് കോഡേറ്റ്സ്. ഇനി എന്താണ് എൻഡോഡെം എന്ന് അറിയാമല്ലോ. ഓൾ ഓർഗാനിസംസ് വിൽ ഹാവ് ജേം ലെയേഴ്സ്. നോട്ട് ഓൾ ഓർഗാനിസംസ്. നമ്മളിപ്പോൾ കോഡേറ്റ്സിനെ എടുക്കുകയാണെങ്കിൽ അവരെല്ലാം ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 3 ജേം ലെയേഴ്സ് ഉണ്ടായിരിക്കണം. ഏറ്റവും ഉള്ളിൽ ഏത് ജേം ലെയർ ആണ് കാണുക? എൻഡോഡേം ആണ് കാണുക. അതിൻ്റെ തൊട്ടു മുകളിൽ മീസോഡേം ഉണ്ടാവും. അതിൻ്റെ തൊട്ടു മുകളിൽ എക്ടോഡേം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം 3 ലെയേഴ്സ് ഉണ്ട്. അപ്പം ഈ എംബ്രിയോയുടെ എൻഡോഡേമിൽ നിന്നാണ് ലോവർ വെർട്ടിബ്രേറ്റ്സിൽ നോട്ടോകോഡ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഹൈലി അഡ്വാൻസ്ഡ് vertebrates or chordates, the notochord, the origin of notochord is highly unspecialized. അത് എവിടെ നിന്നാണെന്ന് ഇതുവരെയും ക്ലിയർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റിയിട്ടില്ല. Now moving on to the next salient feature or the next fundamental feature to be possessed by a chordate is dorsal tubular nerve cord. Dorsal tubular nerve cord ആണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഡോർസൽ ട്യൂബുലർ നെർവ് കോഡ് എന്ന് പറയുമ്പോൾ ഇത് എന്തിൻ്റെ ഡോർസലായിട്ടാണ് ഈ നെർവ് കോഡ് കാണുന്നത്? നെർവ് കോഡ് നമുക്ക് അറിയാം, ഇറ്റ് ഈസ് ഫൗണ്ട് ഡോർസൽ ടു ദ നോട്ടോകോഡ്. അതുകൊണ്ടാണ് അതിനെ ഡോർസൽ ട്യൂബുലർ നെർവ് കോഡ് എന്ന് വിളിക്കുന്നത്. എന്തിൻ്റെ ഡോർസൽ ആയിട്ടാണ് കാണുന്നത്? നോട്ടോകോഡിൻ്റെ ഡോർസൽ ഭാഗത്തായിട്ടാണ് നമുക്ക് നെർവ് കോഡിനെ കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ട്യൂബുലർ. ഇതും ഒരു ട്യൂബുലർ സ്ട്രക്ചർ ആയിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇനി ഇത് ഒരു ഹോളോ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. എന്നിരുന്നാലും ഈ നെർവ് കോഡിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് ആ ഫ്ലൂയിഡ് കാണപ്പെടുന്ന ഈ ക്യാവിറ്റി, ഇതൊരു കനാൽ ആണല്ലോ, ഒരു ക്യാവിറ്റി ആണല്ലോ ഇതിൻ്റെ ഉള്ളിൽ, ഹോളോ ആണെന്ന് പറഞ്ഞു. ആ ക്യാവിറ്റിയുടെ പേരാണ് ന്യൂറോസീൽ. സോ ന്യൂറോസീൽ ഇസ് ദ ക്യാവിറ്റി ഇൻസൈഡ് which you can see the fluid.
സോ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ക്യാവിറ്റിയുടെ പേരാണ് ന്യൂറോസീൽ. ന്യൂറോസീൽ എന്ന് പറയുന്ന ക്യാവിറ്റിയുടെ ഉള്ളിൽ എന്തുണ്ടാവും? ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. Now, the anterior end of nerve cord dilates and undergoes specialization to form the brain, and the remaining portion becomes the spinal cord. ഇനി ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഈ ആൻറ്റീരിയർ എൻഡ് ഓഫ് ദ നെർവ് കോഡ്, ഏതാണ് ആൻറ്റീരിയർ എൻഡ്? ഇതാണ് ആൻറ്റീരിയർ എൻഡ്. ഇതെന്ന് പറയുന്നത് പോസ്റ്റീരിയർ എൻഡ് ആണല്ലോ. അപ്പോൾ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെർട്ടിബ്രേറ്റ്സിലേക്ക് വരുമ്പോൾ ആൻറ്റീരിയർ എൻഡ് എന്തായിട്ട് മാറും? ദിസ് നെർവ് കോഡ് അറ്റ് ദ ആൻറ്റീരിയർ എൻഡ് ഇസ് ഗോയിങ് ടു ഡൈലേറ്റ്. ഡൈലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വികസിക്കുക. ഇത് വികസിച്ചിട്ട് എന്തായിട്ട് മാറും? ഇത് ഹെഡായിട്ടാണ് മാറുന്നത്. സോ in those case, the anterior end, it is going to specialize and become the head. ഹെഡിൻ്റെ ഉള്ളിലെ ബ്രെയിൻ ആയിട്ടാണ് എന്ത് മാറുക? ഈ ആൻറ്റീരിയർ എൻഡിലെ നെർവ് കോഡ് ഡെവലപ്പ് ചെയ്യുക. ഇനി ബാക്കിയുള്ള പോർഷൻ, ഇത്രയും ഭാഗം ബ്രെയിനായി മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള പോർഷൻ എന്താണ്? ബ്രെയിനിൻ്റെ കണ്ടിന്യൂവേഷൻ ആയ സ്പൈനൽ കോഡായിട്ടാണ് മാറുന്നത്. ഇത്രയും പോർഷൻ ബ്രെയിൻ ആവുന്നു, ബാക്കിയുള്ള പോർഷൻ എന്തായിട്ട് മാറുന്നു? സ്പൈനൽ കോഡായിട്ടാണ് മാറുന്നത്. സോ ഇനി ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത ഒരു ക്യാവിറ്റിയാണ് നെർവ് കോഡിനുള്ളിൽ എന്ന് പറഞ്ഞല്ലോ. ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ ആരുടെ കേസിലാണ്? വെർട്ടിബ്രേറ്റ്സിന്റെ കേസിലാണ് ഇങ്ങനെ ആവുന്നത്. ഓക്കെ, ആൻറ്റീരിയർ എൻഡ് ഓഫ് ദ നെർവ് കോഡ് ഇസ് ഗോയിങ് ടു ഡെവലപ്പ് ഇൻ ടു ബ്രെയിൻ, ആൻഡ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ നെർവ് കോഡ് ഇസ് ഗോയിങ് ടു ബിക്കം ദ സ്പൈനൽ കോഡ്, ആൻഡ് the fluid present inside the nerve cord will be converted into cerebrospinal fluid. ഇത്രയാണ് വെർട്ടിബ്രേറ്റിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇനി ഈ പറയുന്ന നെർവ് കോഡിന്റെ ഒറിജിൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെർവ് കോഡ് ഡെവലപ്പ് ചെയ്യുന്നത് എംബ്രിയോയുടെ ഡോർസൽ എക്ടോഡെർമിൽ നിന്നാണ് ഈ പറയുന്ന നെർവ് കോഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഡോർസൽ ഒറിജിൻ ആൻഡ് ഡോർസൽ പൊസിഷൻ ഓഫ് നെർവ് കോഡ് മേ ബി റിഗാർഡഡ് ആസ് റിഫ്ലക്ഷൻ ഓഫ് ഒറിജിനൽ മോഡ് ഓഫ് ലൈഫ് ഓഫ് കോഡേറ്റ് ആൻസെസ്റ്റേഴ്സ്. അപ്പോൾ കോഡേറ്റ് ആൻസെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താ? പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സിന്റെ ലൈഫ് സ്റ്റൈലിന് സൂട്ട് ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന നെർവ് കോഡിന്റെ ഈ പൊസിഷൻ എന്ന് പറയുന്നത്. എവിടെയാണ് കാണുന്നത്? നോട്ടോകോഡിന്റെ ഡോർസൽ സർഫസിലായിട്ടാണ് നെർവ് കോഡിനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നെർവ് കോഡിന് ധാരാളം സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഫ്രം ദ നോട്ടോകോഡ്. സോ ദാറ്റ് ആക്ച്വലി സ്യൂട്ട്സ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കോഡേറ്റ്. പഴയ കോഡേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്രോളിംഗ് നേച്ചർ ആയിട്ടുള്ള കോഡേറ്റ്സ് ആണ്, പ്രിമിറ്റീവ് കോഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെർവ് കോഡ് നോട്ടോകോഡിന്റെ മുകളിൽ വെച്ചത് കൊണ്ട് അവരുടെ ആ ലൈഫ് സ്റ്റൈലിന് സൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷനിങ് ആണ് ഈ പറയുന്ന നെർവ് കോഡിന് ഉള്ളത്. ഇനി നെർവ് സെൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന നെർവ് കോഡിൽ നിന്നാണ്. ഇനി dorsal position of the nerve cord in caudate indicates that caudate ancestors were free swimming pelagic forms, and they received main stimulation from sea water above. അപ്പം ഞാൻ പറഞ്ഞു, പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സ് ക്രോളിംഗ് നേച്ചറിലുള്ള, അതായത് ഇഴഞ്ഞു നീങ്ങുന്ന നേച്ചറിലുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നെർവ് കോഡിന്റെ പൊസിഷനിങ്, നെർവ് കോഡാണ് പിന്നീട് എന്തായിട്ട് മാറുക? നെർവസ് സിസ്റ്റം ആയിട്ട് മാറുന്നത് ഈ നെർവ് കോഡിൽ നിന്നാണ്. അപ്പോൾ ഈ ക്രോളിംഗ് നേച്ചറിന് സൂട്ട് ചെയ്യുന്ന ഒരു പൊസിഷനിങ് ആണ് നെർവ് കോഡിന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. The next important feature or the fundamental feature to be possessed by a chordate is pharyngeal gill slit. അപ്പോൾ എന്താണ് pharyngeal gill slit എന്ന് പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ്? It is a slit or openings found on the wall of the pharynx. അപ്പോൾ ഇത് pharynx ആണ്. pharynxന്റെ wallൽ കുറച്ച് ഓപ്പണിങ്സ് കാണാൻ പറ്റും. അതിനാണ് എന്ത് വിളിക്കുക? pharyngeal gill slits എന്ന് വിളിക്കുക. അപ്പോൾ ഇതിന്റെ വേറൊരു പേരാണ് visceral cleft. Okay, pharyngeal gill slit is also known as visceral cleft. Visceral cleft. Okay, so വേറൊരു പേരാണ്. ഇനി ഇതിന്റെ ഫങ്ഷൻ എന്തുകൊണ്ടാണ് ഈ ഫാരിഞ്ചൽ വാൾസിൽ ഇതുപോലത്തെ ഓപ്പണിങ്സ് ഉള്ളത്? ഇത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോഡേറ്റിന്റെ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആയിരുന്നു, അല്ലെങ്കിൽ അവർ മറൈൻ എൻവയോൺമെന്റിലാണ് ജീവിക്കുന്നത്. സോ അവരുടെ റെസ്പിറേഷൻ എങ്ങനെയായിരിക്കും? ദേ വിൽ ടേക്ക് ഇൻ ദ സീ വാട്ടർ
and they will have to പുട്ട് ഔട്ട് ദ വാട്ടർ അല്ലേ, എടുത്ത വാട്ടർ പുറത്തേക്ക് കളയണം. അപ്പോൾ ആ പുറത്തേക്ക് കളയാൻ എടുത്ത അല്ലെങ്കിൽ ഇൻടേക്ക് നടത്തിയ ആ വാട്ടറിനെ റെസ്പിറേഷന് ശേഷം പുറത്തേക്ക് കളയാനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ടാണ് ഈ പറയുന്ന ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ട് ആസ് ഔട്ട്ലെറ്റ്സ് ഓഫ് റെസ്പിറേറ്ററി വാട്ടർ കറൻസ്. റെസ്പിറേഷന് വേണ്ടി എടുത്ത വാട്ടർ പുറത്തേക്ക് കളയാനുള്ള ഓപ്പണിംഗ് ആയിട്ടാണ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് അല്ലെങ്കിൽ വിസറൽ ക്ലെഫ്റ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന പ്രിമിറ്റീവ് കോഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ അക്വാട്ടിക് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് കോഡേറ്റ്സ്. പ്രിമിറ്റീവ് കോഡേറ്റ് ഏതൊക്കെയാണ്? സെഫലോകോഡേറ്റും യൂറോകോഡേറ്റും. അപ്പോൾ ആ രണ്ട് ഗ്രൂപ്പിലും അതുപോലെ തന്നെ അക്വാട്ടിക് ആയിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ്. ആരാണ് അക്വാട്ടിക് ആയിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ്? നമ്മുടെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ് ആരൊക്കെയാണ്? ഫിഷസ് അല്ലേ. അപ്പം ഫിഷസിലും അതുപോലെ തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അക്വാട്ടിക് ആയിട്ടുള്ള ഈ പറയുന്ന കോഡേറ്റ്സിലും ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് വിൽ ബി ഫൗണ്ട് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. അപ്പോൾ അവരുടെ ആ ലൈഫ് ഫുള്ളും എന്ത് കാണാൻ പറ്റും? ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ദേ ആർ ഓൾസോ ഫങ്ഷണൽ ഇൻ ദ ലാർവേ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആംഫിബിയൻസ് ആൻഡ് ഓൾസോ ഇൻ അഡൽട്സ് ഓഫ് സം ആംഫീബിയ. അപ്പോൾ ഈ രണ്ട് കൂട്ടരിലും അഡൽട്ടിലും ഈ പറയുന്ന ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഫങ്ഷണൽ ആണ്. ഇനി ഈ പറയുന്ന ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സിൻ്റെ നമ്പർ, ഇപ്പോൾ ഇവിടെ ഒരു ജനറൽ ആയിട്ടുള്ള ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് പല ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പം ഒരു ഗിൽ സ്ലിറ്റ്സ് അധികം ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒത്തിരി അധികം ഉപയോഗിക്കുന്നില്ല, ഗിൽ സ്ലിറ്റ്സിൻ്റെ യൂസബിലിറ്റി കുറവാണെങ്കിൽ ഗിൽ സ്ലിറ്റ്സിൻ്റെ നമ്പറും എന്ത് തന്നെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ. സോ വളരെയധികം വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ്സ് ഞാൻ പറഞ്ഞു, അവർ അക്വാട്ടിക് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അവർക്ക് ദേ യൂസ് ഇറ്റ് മോർ ഫ്രീക്വൻ്റ്ലി, അവർക്ക് അതുകൊണ്ട് നല്ല യൂസ് ഉണ്ട്. അപ്പം അവരിൽ എന്തായിരിക്കും? നമ്പർ വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഈ പറയുന്ന സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പ്രിമിറ്റീവ് കോഡേറ്റ്സ്. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന വാട്ടർ ബോഡിയുടെ ബോട്ടമിൽ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആ അടിത്തട്ടിൽ കാണുന്ന ഓർഗാനിസം ആണ് എന്ത് വിളിക്കുക? സെഡൻഡറി എന്ന് പറയുക, അല്ലെങ്കിൽ ക്രോളിംഗ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കുമല്ലോ അവർക്ക്. അപ്പോൾ അവർക്കെന്ന് പറയുമ്പോൾ ഈ പറയുന്ന റെസ്പിറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ or possible by taking in water and letting it out. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ഗിൽ സ്ലിറ്റ്സിൻ്റെ നമ്പർ വളരെയധികം കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഗിൽ സ്ലിറ്റ്സ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എംബ്രിയോണിക് ഒറിജിൻ എന്താണ്? ഇറ്റ് ഡെവലപ്ഡ് ആസ് ലാറ്ററൽ ഔട്ട് പുഷിങ്സ് ഓഫ് ദ ഫാരിഞ്ചൽ വാൾ. അപ്പം നമുക്കറിയാം ഫാരിഞ്ചൽ വാൾ ഇവിടെ കാണാം. ഫാരിഞ്ചൽ വാളിൽ നിന്ന് ഔട്ട് പുഷിങ്സ് ഇങ്ങനെ പുറത്തേക്ക് തള്ളിയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ബ്രാങ്കിയൽ ഫറോസ് എന്നോ അല്ലെങ്കിൽ ബ്രാങ്കിയൽ ഗ്രൂവ്സ് എന്നോ അറിയപ്പെടാറുണ്ട് ഈ പറയുന്ന ഗിൽ സ്ലിറ്റ്സിനെ. ഇനി